അമേരിക്ക ഒരു പരാജയ ഭീതിയിലൂടെ കടന്നു പോകുന്നു എന്നൊരു പ്രതീതി അമേരിക്കയിലെ ജനതയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. തങ്ങൾക്ക് ചിലവഴിക്കേണ്ട പണം, തങ്ങളിലേക്ക് എത്തേണ്ട പണം അത് അനാവശ്യമായ ഒരു കടലിൽ കൊണ്ടൊഴുക്കി കളയുന്നു എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്കുള്ളിൽ ഉയർന്നിട്ടില്ല. ഇത് തന്നെയാണോ ട്രംപിനെ പിന്നോട്ട് വലിക്കുന്നതും? തീർച്ചയായിട്ടും വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും നവംബറിൽ വരാനിരിക്കുന്ന ഒരു മിഡ് ടേം ഇലക്ഷന്റെ എല്ലാം പശ്ചാത്തലത്തിൽ അമേരിക്കൻ ജനത ഈ പ്രതിസന്ധിയെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ യുദ്ധത്തിന്റെ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം എന്നത് ഇപ്പോഴും ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഏത് സ്റ്റേജിൽ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാം എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വ്യക്തതയില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നത്. അത് ഹോർമോസ് കടലിടുക്കിനെ തുറക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റീവ് ഇല്ലാത്ത യുദ്ധം എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണേണ്ടതായിട്ട്. അത് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടതായിട്ടില്ല. എന്ന് വെച്ചാൽ അത് ഹോർമോസ് എന്ന വലിയൊരു ഒരു 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 ബോംബ് അല്ലെങ്കിൽ വലിയൊരു പവർ ഇറാന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഒരു ലോ ഗ്രേഡ് ഫീവർ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു യുദ്ധ ഒരു സാഹചര്യം ആ മേഖലയിൽ നിലനിർത്തുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ രണ്ട് കോൺട്രഡിക്ഷനിലാണ് ഇപ്പോൾ ഈ യുദ്ധം നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ യുദ്ധം ആർക്കു വേണ്ടിയാണോ തുടങ്ങിയത്, അതായത് ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഈ യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് അമേരിക്കയുടെ ലക്ഷ്യവുമായി തീർത്തും കൺവേർജ് ചെയ്യുന്നതല്ല. അത് രണ്ടും ചേർന്ന് പോകുന്ന ഒന്നല്ല. ഇസ്രായേലിന് വലിയൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് യുദ്ധത്തിന്റെ എല്ലാം. ഇറാനെ നിശേഷം ഇല്ലാതാക്കുക, അതേപോലെ ലെബനാനിലേക്കും വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറി ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന രീതിയിലുള്ള വലിയ ലക്ഷ്യങ്ങളുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം എന്നത് അമേരിക്ക തന്നെ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണമെന്നറിയാത്ത ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അമേരിക്ക വന്ന് പെട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. കാരണം ഓയിൽ അല്ലെങ്കിൽ ഊർജം എന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അമേരിക്ക അടക്കമുള്ള അമേരിക്കയിൽ തന്നെ ഓയിലിന്റെയും എല്ലാം വില കൂടുതൽ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റു രാജ്യങ്ങളിലും വളരെ വിസിബിൾ ആവാൻ തുടങ്ങും. കാരണം പല രാജ്യങ്ങൾക്കുമുള്ള കരുതൽ ശേഖരം എന്നത് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം നിലനിൽക്കുന്നതാണ്. അപ്പൊ ഇന്ത്യക്കെല്ലാം അനുഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ ജനത പ്രതീക്ഷിച്ച രീതിയിലല്ല ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് വലിയ രീതിയിലുള്ള ഇടിവ്, അവരുടെ പോപ്പുലാരിറ്റിയിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമെന്ന് ട്രംപ് നോക്കിക്കാണുന്നത്. ആണെങ്കിൽ ഒരു നൂറ്റാണ്ട് മുന്നേ നടന്ന വിയറ്റ്നാം യുദ്ധം, അന്നും സമാനമായി ജനവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരു 2 പതിറ്റാണ്ട് മുന്നേ നടന്ന ഇറാഖ് യുദ്ധം, അവിടെയും സമാനമായൊരു സാഹചര്യം കണ്ടു. ഇപ്പോൾ അന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് വീക്ഷിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഇനിയിപ്പോൾ തങ്ങളുടെ ഭരണത്തിൽ എന്ത് പ്രശ്നമുണ്ടോ അത് ജനങ്ങൾക്കത് തോന്നിയാൽ പോലും അമേരിക്കയുടെ കടന്നുകയറ്റം അവിടെ എത്രത്തോളം നാശം വിതയ്ക്കും, രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നുള്ളൊരു തിരിച്ചറിവ്, ഒരുപക്ഷെ ഇതിനു മുൻപ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും യുദ്ധത്തോടടുത്തപ്പോൾ ജനങ്ങളും ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് ചില സൂചനകൾ, ചില റിപ്പോർട്ടുകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ വിതച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പം ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ കടന്നുപോയ മാസങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ. അതായത് വലിയ രീതിയിൽ ആ രാഷ്ട്രത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊരു വീക്ക്നെസ് ആയി കണ്ട് ആ സന്ദർഭത്തിൽ ആക്രമിക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് അമേരിക്ക എടുത്തതെങ്കിൽ പോലും അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതായത് വിയറ്റ്നാം യുദ്ധത്തിലാണെങ്കിലും ഇറാഖ് വാറിലാണെങ്കിലും അതിനപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അഫ്ഗാനിസ്ഥാനില് 20 വർഷം 20 രാജ്യങ്ങൾ ചേർന്ന് യുദ്ധം ചെയ്ത ഒരു യുദ്ധം നമ്മൾ കണ്ടതാണ്. അവിടെയും താലിബാനെ നിഷ്കാസിതമാക്കി പുതിയൊരു ഭരണകൂടം ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമത്തിലാണ് അമേരിക്ക യുദ്ധം തുടങ്ങിയതെങ്കിൽ പോലും 20 വർഷത്തിന് ശേഷം താലിബാന്റെ കയ്യിൽ തന്നെ അധികാരം തിരിച്ചേൽപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന അമേരിക്കയെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പലപ്പോഴും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ
അവിടുത്തെ ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണമില്ലായ്മയുടെയും മറ്റ് സാഹചര്യങ്ങളുടെയും ഒരു തരത്തിലാണ് നടക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാനിലും സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലൊരു കൊളാറ്ററൽ ഡാമേജ് എന്നത് ഇന്ത്യയെ പോലുള്ള അല്ലെങ്കിൽ ബാക്കി ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഓയിൽ അല്ലെങ്കിൽ ഇന്ധന ക്ഷാമം എന്നുള്ളത് തന്നെയാണ്. അത് ലോകത്തെ മൊത്തം GDP-യെ തന്നെ 1-2% താഴത്തേക്ക് വലിക്കുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും കോവിഡിന്റെ ഒക്കെ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ലോകം പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ വരുന്നത്. അത് നമ്മളെ എല്ലാവരെയും വലിയ രീതിയിൽ ബാധിക്കും. മാത്രവുമല്ല, ലോകത്തിന്റെ ശാസ്ത്രീയ ക്രമീകരണത്തിനകത്ത് വലിയ രീതിയിലുള്ള റീസ്ട്രക്ചറിംഗ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഇൻവോൾവ്മെന്റ്. ഇപ്പം യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായി നിരീക്ഷിച്ചതും എതിർത്തുകൊണ്ടിരുന്ന ഒരു യുദ്ധമാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഇപ്പോൾ അത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ്. മാത്രമല്ല, റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ ആ യുദ്ധത്തിലൂടെ വളരെ പ്രശ്നമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ റഷ്യക്ക് വലിയ വിലയിൽ എണ്ണ വിൽക്കാൻ സാധിച്ചതിലൂടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കലും അത് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്നുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ തന്നെ നീക്കങ്ങൾ, അമേരിക്കയുടെ തന്നെ സ്വന്തം താല്പര്യങ്ങളെ മറ്റൊരു തരത്തിൽ വന്ന് വളഞ്ഞ് ബന്ധിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ യുദ്ധത്തിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാട്ട് വി ക്യാൻ എക്സ്പെക്ട് ഇസ് ദാറ്റ് ഒരു തരത്തിലുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ലോ ഗ്രേഡ് ഫീവർ, ഒരു ചെറിയ പനി പോലെ ഈ യുദ്ധം ആ മേഖലയിലൊട്ടാകെ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ആ മേഖല സംഘർഷഭരിതമാവും. ആ മേഖലയിൽ രാഷ്ട്രീയങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഒരൊറ്റ കാര്യം കൂടെ ചേർത്ത് പറയാവുന്നത്, ആ മേഖലയിൽ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ OPEC, അതായത് ഓയിൽ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളുടെ അറബ് കൂട്ടായ്മയിൽ നിന്നും UAE പിൻവാങ്ങി എന്നത്. അതായത് ഓരോ രാജ്യങ്ങളും അവരുടെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും ആ മേഖല തന്നെ വലിയ രീതിയിൽ അസ്ഥിരപ്പെടുന്നു എന്നുള്ളതും നമ്മൾ ഈ സന്ദർഭത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.